കട്ട് വർക്ക് സാരീസ് കോസ ടസർ ഫാബ്രിക്കിനകത്ത് കട്ട് വർക്ക് ചെയ്തിട്ടുള്ള സാരീസാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. 8 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ട്രൈപ്പ് ചെയ്തേക്കുന്ന ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള സാരീസാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ ഫാബ്രിക് വന്നിരിക്കുന്നത് കോസ ടസർ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. കട്ട് വർക്ക് വരുമ്പം ഇങ്ങനെയാണ് ഒരു ഈ ബോഡി പാർട്ടിൽ വരുന്ന ആ ഒരു കളർ ഷെയ്ഡിൽ നിന്നും കുറച്ചും കൂടെ ഒരു ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡിലാണ് കട്ട് വർക്കിൻ്റെ ആ ഒരു ത്രെഡ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1948 1948 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നോർമലി ഇത് നമുക്ക് കട്ട് വർക്കിനകത്ത് തന്നെ ഒരു ബഡ്ജറ്റ് ബൈ സാരി എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ബോർഡേഴ്സ് ചെയ്തേക്കുന്നത് നല്ല ഫിനിഷിങ്ങിലാണ്. സാധാരണ ഒരു കട്ട് വർക്ക് സാരി ഒക്കെ ഒരു ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ വന്നു കഴിയുമ്പം നമുക്ക് ഈ ഒരു ഉരുക്കിയത് ആ ഒരു ബ്ലാക്ക് ഉരുക്കുന്നതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ ഇതിൽ എടുത്ത് നിൽക്കും. എന്നാൽ ഇതങ്ങനെയല്ല, നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ആ ഒരു കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നും കാണാനില്ല. 1948 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫുൾ സാരിയിലും വന്നിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങിലാണ് ആ ഒരു കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം നമുക്ക് ഈസി ടു ഡ്രൈപ്പ് ആണ്. കട്ട് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ താഴെ ആ ഒരു ത്രെഡും കൂടെ വരുന്നതിൻ്റെ ആ ഒരു വെയിറ്റ് കൊണ്ട് നല്ല ഇതായിട്ട് ഒതുങ്ങി, പ്ലീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി തന്നെ കിടക്കും. ബ്ലൗസ് വന്നേക്കുന്നത് സെയിം കോസ ടസറിൽ തന്നെ പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ള ബ്ലൗസാണ് ഇതിനുള്ളത്. 1948 ആണ് പ്രൈസ്. 8 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 8 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ആ ഒരു കളർ ഷെയ്ഡ് വന്നേക്കുന്നത്. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന തന്നെ 3 പ്രൈസ് റേഞ്ചിൽ നമ്മൾ കട്ട് വർക്ക് സാരീസ് കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ആ വന്നിരിക്കുന്ന വർക്കിൽ വന്നിട്ടുള്ള ഡിഫറൻസ്, ആ യൂസ് ചെയ്തേക്കുന്ന ത്രെഡിൽ വന്നിട്ടുള്ള ഡിഫറൻസ്, അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പോകുന്നത്. 1878 പ്രൈസ് മുതൽ നമ്മൾ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സോ ഇതിനകത്തെ ബാക്കി കളർ ഷെയ്ഡ്സ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിൻ്റെ അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത്, ഞാനിപ്പോൾ വേറെ ചെയ്ത പിങ്ക് അതിൻ്റെ ഫസ്റ്റ് കളറ്. അടുത്തത് വന്നേക്കുന്ന ഈ ഒരു ബർഗണ്ടി ഷെയ്ഡാണ്. സെയിം പാറ്റേൺ, പ്ലെയിൻ ബ്ലൗസ്. ഇങ്ങനെയാണ് കട്ട് വർക്ക് വന്നിട്ടുള്ളത്. ദെൻ അടുത്തത് വന്നേക്കുന്ന ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ദെൻ ചിക്കു. അടുത്തൊരു ഗ്രേപ്പ് വൈൻ കളറ്. ദെൻ പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്, മെറൂൺ ആൻഡ് ഗ്രീൻ. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് 1948 1948 പ്രൈസ്. ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ഇതിലെ കട്ട് വർക്കിലാണെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ട്. അടുത്ത സെറ്റിലെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നേക്കുന്നത് ഈ ഒരു പിങ്കിൻ്റെ ഷെയ്ഡാണ്. ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് 1878 1878 പ്രൈസിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം ഞാനിപ്പം ട്രൈപ്പ് ചെയ്തേക്കുന്നതും ഇതും തമ്മിൽ ആ ഒരു കട്ട് വർക്കിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ട്രൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണ്, കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ത്രെഡ് യൂസ് ചെയ്താണെങ്കിലും കുറച്ചും കൂടെ ഡാർക്കർ ടോണിലുള്ള ത്രെഡാണ്. അതുപോലെ വിട്ടും കൂടുതലാണ് ഈ ഒരു കട്ട് വർക്കിന് വന്നിരിക്കുന്നത്. ഈ ഒരു കട്ട് വർക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വിട്ട് കുറഞ്ഞിട്ടുള്ള കട്ട് വർക്കാണ്. അതുപോലെ ഇതിന് പല്ലു പോർഷൻ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടൊരു ത്രെഡ് വർക്ക് കൂടെ വരുന്നുണ്ട്. ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ്, ബാക്കിയെല്ലാം സെയിം ആണ്. സെയിം ഫാബ്രിക്കിലുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് 1878 1878. ഇതിൻ്റെയും ബാക്കി ഷെയ്ഡ്സ് കൂടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് ഈ ഒരു ബർഗണ്ടി ടോണാണ് അടുത്തത് വന്നേക്കുന്നത്. ദെൻ ചിക്കു. അടുത്തത് പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്. ഞാനൊരു ഗ്രേപ്പ് കളറ്. ദെൻ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ്, ഗ്രീൻ ആൻഡ് ലാവൻഡർ. ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് 1878. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 1978 1978 പ്രൈസ് റേഞ്ച് 1978 പ്രൈസിൽ വന്നിട്ടുള്ള കട്ട് വർക്ക് സാരിയാണ്. ഇതും അതിൽ വന്നേക്കുന്ന ഒരു കട്ട് വർക്ക് ഡീറ്റെയിലിങ്ങിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഈ ഒരു ലാവൻഡർ ആണ്. ഇതുപോലെ ബോഡി പാർട്ടിൽ കൂടിയും ഒരു കട്ട് വർക്ക് വരുന്നുണ്ട്. ഇതും ഞാനിപ്പം ഡ്രൈപ്പ് ചെയ്ത ആ ഒരു സെയിം വിട്ടിൽ തന്നെ വന്നിട്ടുള്ള കട്ട് വർക്കാണ്. നല്ല ഫിനിഷിങ്ങിലാണ് ആ ഒരു കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിപ്പുണ്ട് ബോഡി പാർട്ടിലേക്ക് നോക്കുമ്പം ബോഡി പാർട്ടിലും ഇങ്ങനെ കട്ട് വർക്ക് വരുന്നുണ്ട്. ഞാനിത് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ബോഡിയിലേക്കും കൂടെ കയറി ആ വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈസ് വന്നേക്കുന്നത് 1978 1978 വിത്ത് പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിലും ഈ ഒരു കട്ട് വർക്ക് തന്നെ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ബോഡി പാർട്ടിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗം സ്കേർട്ട് ലൈനിലാണ് അതിൻ്റെ ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. പ്രൈസ് 1978. സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് ഇതും വന്നേക്കുന്നത്. ബാക്കി കളർ ഷെയ്ഡ്സ് കൂടെ നോക്കാം. അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് ഈ ഒരു ബർഗണ്ടി ഷെയ്ഡാണ്.
ദെൻ ഒരു പിങ്ക്, അടുത്തത് വന്നേക്കുന്ന പീച്ച്, ഗ്രീൻ, ഒരു ഗ്രേപ്പ് കളറ് ആൻഡ് ലാവൻഡർ. ഇത് നമ്മൾ നേരത്തെ കണ്ട ലാവൻഡർ ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. വർക്ക് മാറിയിട്ടുണ്ട്. പ്രൈസ് വന്നേക്കുന്നത് 1978, 1978. വീഡിയോയിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.